കണ്ണൂർ ചെറുപുഴയിൽ അമ്മയെ മകൻ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഭൂതാനം കോളനിയിലെ നാരായണിയെ കൊല്ലാൻ ശ്രമിച്ച മകൻ സതീശൻ അറസ്റ്റിലാണിപ്പോൾ. നാരായണി ക്യാൻസറിന് ചികിത്സയിലായിരുന്നു. കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, അതിദാരുണമായ വാർത്തയാണ്. മകനാണ് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്. എന്താണ് കാരണം, എന്താണ് സംഭവം നിഖിൽ? സാധിക്കുന്നത് ഈ ആക്രമണത്തിനിരയായ നാരായണി ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു. ഇവർ വേദന കൊണ്ട് രാത്രിയിൽ കരയുന്നതും മറ്റും ഉണ്ടായിരുന്നു. അത് ശല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ ഇത്തരത്തിലൊരു അതിക്രൂരമായ കൃത്യത്തിലേക്ക് കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത്. ഈ സംഭവം നടന്നു. പിന്നീട് നാരായണി ബഹളം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇതേ മകൻ തന്നെ അമ്മയ്ക്ക് കുളിമുറിയിൽ വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്ത് വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളോടാണ് നാരായണി മകൻ തന്നെയാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത്, കുളിമുറിയിൽ വീണ് പരിക്കേറ്റതല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ഒപ്പം തലയിണ ഉപയോഗിച്ച് മുഖത്ത് തലയിണ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാനും ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നാരായണി ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നാരായണിയെ ഇപ്പോൾ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. പോലീസ് ഏതായാലും മകൻ സതീശനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയെ മകനാണ് കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ നിന്നാണ് ഇത്തരം ഒരു വാർത്ത വരുന്നത്. മകൻ സതീശൻ ഇപ്പോൾ അറസ്റ്റിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ എ കണ്ണൂരിൽ നിന്ന്.